ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വൈകുന്നേരങ്ങളിൽ ഞാൻ നടക്കാൻ പോകുന്ന വഴികളും അതിൻ്റെ ദൃശ്യങ്ങളുമാണ്. മഴയൊക്കെ നിന്നല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ടൗൺ സ്ക്വയറിലൂടെ, കണ്ണൂരിലുള്ള ടൗൺ സ്ക്വയറിലൂടെ വൈകുന്നേരം ഇങ്ങനെ നടക്കും. ആദ്യം പോയത് ടൗൺ സ്ക്വയറിലാണ്. അപ്പോൾ അവിടെ DC ബുക്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ചെടികളുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ നടന്ന് പിന്നെ പോകുമ്പോൾ ഏതെടുത്താലും 100 രൂപ, 20, 30 രൂപ ഒക്കെയാണ് സാധനങ്ങളുടെ വില. പിന്നെ ഞാൻ നടന്ന് ടൗൺ സ്ക്വയറിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് വൃന്ദ വിളിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അവിടെ വെച്ച് വൃന്ദയെ കണ്ടുമുട്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നോക്കുമ്പോൾ കരാട്ടയുടെ എന്തോ പ്രോഗ്രാം നടക്കുന്നു. അപ്പം കുട്ടികളാണ് ഗ്രൗണ്ട് മുഴുവനും, കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ എന്നും ടൗൺ സ്ക്വയറിൽ വന്ന് സംസാരിച്ചിരിക്കുന്ന കുറേ മധ്യവയസ്കരും, അവരൊക്കെ പാട്ടുകാരാണെന്നാണ് പറഞ്ഞത്. തിരക്കൊന്നുമില്ലാത്ത ദിവസം അവരവിടെ ഇരുന്ന് എല്ലാവരും പാട്ട് പാടും. ഒരു ഗ്യാങ് ഉണ്ട് അവിടെ. കുറേ റിട്ടയറായ ആൾക്കാരാണ്. ജോലിയിരിക്കെ അവരൊക്കെ വലിയ പുലികളാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായി, ഇത് കണ്ണൂരിലുള്ള ജംബോ ബുക്സിൻ്റെ ഓണർ നടത്തുന്ന കരാട്ട ക്ലാസ്സിൻ്റെ ഒരു ഫങ്ഷനാണ്. 2025 ഈ ഇൻസ്ട്രക്ടേഴ്സ് സെമിനാർ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും എന്ന മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. അതിനു മുമ്പേ കുട്ടികളെ വെച്ച് അവർ ചില പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ പോയി എടുക്കുക, ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നത്. കണ്ണൂരിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഈ ടൗൺ സ്ക്വയറാണ്. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ അവിടെ വെച്ച് കാണാം. മന്ത്രി വരാൻ ലേറ്റാവും, പിന്നെ മഴക്കാറും. ഞാൻ അവിടുന്ന് തിരിച്ചു. പോലീസ് ടർഫിൽ കുട്ടികൾ ഇപ്പോഴും ഫുട്ബോൾ പ്രാക്ടീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് നടക്കുമ്പോൾ ഓണത്തിൻ്റെ ഒരു ഫെയർ കണ്ണൂരിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു തിളക്കത്തിലാണ്. ഉള്ളിലേക്ക് കയറുന്നില്ല, പുറത്ത് നിന്ന് അതൊക്കെ നോക്കിക്കണ്ടു. ആളുകളൊക്കെ അറിഞ്ഞ് പോകുന്നുണ്ട്. പലരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നയാഗ്ര വെള്ളച്ചാട്ടം ഒക്കെയാണ് ഈ ഫെയറിനെ ആകർഷിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ഒരു കൂറ്റൻ തുമ്പിയും കൂടെയുണ്ട്. ഈ ഫെയറിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഒരു കൂറ്റൻ പൂമ്പാറ്റ. അത് ഇടയ്ക്ക് അതിൻ്റെ ചിറകുകൾ വിടർത്തി
പറക്കുന്നത് പോലെ തോന്നും. പിന്നെ അത് താഴേക്ക് പോകും. കാണാൻ കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു. അധികം തിരക്കൊന്നുമില്ല ഇപ്പോൾ. കണ്ണൂർക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ മിക്ക ആളുകൾക്കും സ്വന്തമായി കാറുണ്ടല്ലോ. അതുകൊണ്ട് ആ ഗ്രൗണ്ടിൽ ഒരുപാട് കാർ നിർത്തിയിട്ടത് കാണാം. പിന്നെ എല്ലാ കൊല്ലവും ഉള്ളതുപോലെ ജൈൻറ്റ് വീൽ ദൂരെ നിന്ന് തന്നെ കാണാം. ഇനി നമുക്ക് ഈ പൂമ്പാറ്റയെ നോക്കാം. ഇപ്പോൾ ടൗണിലൂടെ നടക്കാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കാമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരെ ഗുഡ് ബൈ.